അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രെഡിൻ്റെ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചിക്കൻ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു സവാളൻ്റെ പകുതി ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എല്ലാം ക്യൂബായിട്ട് തന്നെ. ക്യാരറ്റും തക്കാളിയും, ക്യാപ്സിക്കം പകുതി മതി, ക്യാരറ്റും പകുതി മതി, തക്കാളിയും പകുതിയേ വേണ്ടൂ. തക്കാളി വലുതാണെങ്കിൽ പകുതി, ചെറുതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി എടുത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നിറയെ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ചിക്കനിട്ട് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടാകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അൺസാൾട്ടഡ് ബട്ടറാണ് നമ്മളിവിടെ ഇടുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് എന്നിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ എന്ത് ചെയ്യുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവൻ നല്ലോണം വഴറ്റുക കേട്ടോ. അവൻ നല്ലോണം വഴറ്റാം. നെക്സ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ സവാള ഉണ്ടല്ലോ, പകുതി ക്യൂബായിട്ട് കട്ട് ചെയ്ത സവാള നല്ലോണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പകുതി കട്ട് ചെയ്ത ക്യാരറ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റുക. നല്ല കളർഫുള്ളായിട്ടുണ്ടാവും, നല്ല പച്ച, ഓറഞ്ച്, അതുപോലെ തന്നെ നല്ല റെഡ് കളറിലും നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഫില്ലിങ്ങൊക്കെ കൂടുതലാക്കിയിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു 3/4 കപ്പോളം പാലൊഴിച്ച് കൊടുക്കുക. എൻ്റെ ഈ ഒരു ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 കപ്പ് പാലാണ്. 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് നല്ലൊരു തിക്കായിട്ട് വരണം. നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് ഒരു തിക്ക് ആൻഡ് ക്രീമി കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ലെവലിലോട്ട് എത്തിക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ലോണം ഇളക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം, ഒരു തിക്കായിട്ടുള്ളൊരു തിക്ക് ആൻഡ് ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് വരണം. എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡും കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ടിങ്ങനെ പരത്താം. നല്ലോണം പരത്താം. സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് പരത്താം. സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് വേഗം ഒട്ടിക്കാനെല്ലാം പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ലോണം പരത്താം. എന്നിട്ട് നമ്മളൊരു ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ നിറച്ച് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നിറയെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം സൈഡിലായി കൊടുത്തിട്ടുണ്ടാക്കാം. നല്ലോണം കുറച്ച് വെള്ളം സൈഡിലായി കൊടുത്തിട്ട് അത് ഒട്ടിക്കുക. നമുക്ക് വേണമെങ്കിൽ മൈദപ്പൊടി കലക്കിയിട്ട് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ വെള്ളം യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കുറേ വെള്ളം ആക്കേണ്ട, ഒരു കുറച്ച് കൈയോട് തന്നെ ആക്കിയിട്ട് ഒട്ടിക്കാം. എന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. എല്ലാം ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. എല്ലാം ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് വെള്ളത്തോട് അങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. നെക്സ്റ്റ് നമുക്ക് സിമ്പിളാണ്. ബ്രെഡ് ക്രംസ് എടുക്കുക. അതുപോലെ തന്നെ മുട്ട കലക്കാം. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മുട്ട കലക്കി വെക്കാം. എന്നിട്ട് സിമ്പിൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പരിപാടി തന്നെ. മുട്ടയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മാറ്റി വെക്കാം. അപ്പോൾ ഇതാ മുട്ടയിലും ഇതിലെല്ലാം മുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം വേണമെങ്കിൽ പൊരിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പൊരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളിൽ നല്ലോണം വെന്തുകൊണ്ട് തന്നെ വേഗം ഫ്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയാണ് നമ്മുടെ സ്നാക്ക് ഇരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.